മത്സരമാമാങ്കം ഡേ 5. അതെ, മത്സരം 5, അഞ്ചാമത്തെ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ് മെമ്മറി ചാലഞ്ച്. അതെ, നമ്മുടെ ഓർമ്മശക്തി അളക്കുന്ന ഒരു ചലഞ്ചിൽ ജയിച്ചിരിക്കുകയാണ് വീണ്ടും നെസ്റ്റും ടണലും. അതെ, ജാസ്മിന്റെ ടീമും പിന്നെ അപ്സരയുടെ ടീമുമാണ് ജയിച്ചിരിക്കുന്നത്. ഇതിനിടെ ജിൻഡോയുടെ ടീമിന് എന്ത് പറ്റി? ഒരു കോർഡിനേഷനും ഇല്ലായിരുന്നു. ഒരു കോർഡിനേഷനിൽ അതിനെ പറ്റിയുള്ള വഴക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ അഞ്ചാമത്തെ നമ്മളിന്ന് വിചാരിച്ച ടാസ്ക് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ടാസ്ക് ഉണ്ടായിരുന്നു, ഒരു മെമ്മറി ചലഞ്ച് ടാസ്ക്കാണ് കൊടുത്തത്. ഇത് അഞ്ചാമത്തെ മത്സരമാണ്. അഞ്ചാമത്തെ മത്സരത്തോടു കൂടി പോയിന്റിന്റെ നിലവാരം പീപ്പിൾസ് ടീം വളരെ താഴേക്ക് പോയി. ഡെന്നും ഇച്ചിരി താഴെയാണ്. ഇപ്പൊ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ടണലും നെസ്റ്റും തമ്മിലാണ്. അപ്പൊ ഇത് പൈന്റെ വാല്യൂ അറിയാമല്ലോ, 3.141592. പൈന്റെ വാല്യൂ അറിയാം, അത് ഇൻഫിനിറ്റ് ആണെങ്കിൽ പൊക്കോണ്ടിരിക്കും. അത് ഓർത്തു വെക്കാം. മാക്സ് 10 നമ്പർ വരെ ഓർക്കാം, അതിൽ കൂടുതൽ ഓർക്കാം. ഏറ്റവും കൂടുതൽ നമ്പർ ഓർത്ത് വെക്കുന്ന പയ്യൻ്റെ വാല്യൂ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കുന്ന ടീമിനാണ് ഫസ്റ്റ്. മനസ്സിലായി? ഏറ്റവും കൂടുതൽ നമ്പർ ഓർക്കണം. പയ്യൻ്റെ വാല്യൂ 3.14159265353583 അങ്ങനെ നീണ്ടിങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഓരോ ടീം വെച്ചാണ് വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ജാസ്മിൻ്റെ ടീമിന് ഭയങ്കരമായിട്ട് ഒരു എക്സ്ട്രാ ഫാക്ടർ ഉണ്ട്. കാര്യം 4 പേരുണ്ട് ടീമിൽ. ബാക്കിയുള്ള ടീമിലൊക്കെ 3 പേരേ ഉള്ളൂ. അവരുടെ ടീമിൽ 4 പേരുണ്ട്. 4 റോ ഓർക്കായിരുന്നു. പക്ഷെ അർജുൻ അവിടെ പൊട്ടത്തരം കാണിച്ചു. അവർക്ക് ഫസ്റ്റ് അടിക്കായിരുന്നു ജാസ്മിൻ്റെ ടീമിന്. അർജുന് 8 ലക്ഷത്തി അങ്ങനെയൊന്നും ഓർക്കണ്ടായിരുന്നു. 2 നമ്പർ വെച്ച് ഓർക്കായിരുന്നു അല്ലേ? 89 89 79 32 38 46 64 ഇങ്ങനെ ഓർത്താൽ മതിയായിരുന്നു. പുള്ളിക്കാരൻ 8,50,000 അങ്ങനെയൊന്നും ഓർക്കണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയാണ് ഓർത്തത്. അതാണ് അർജുൻ തെറ്റിപ്പോയത്. അല്ലെങ്കിൽ ജാസ്മിൻ്റെ ടീം ഫസ്റ്റ് വന്നേനെ. അപ്പോൾ ഇവിടെ ആദ്യം കയറുന്നത് അൻസിബ, അതായത് നമ്മുടെ പീപ്പിൾസ് ടീമാണ്. അൻസിബ, ശ്രീതു, നോറ. അവരെടുത്ത പാറ്റേൺ, അവർ ചെയ്ത രീതി കറക്റ്റായിരുന്നു. ആദ്യത്തെ ഒരു റോ ഒരാൾ, അടുത്ത ഒരു റോ അടുത്ത ആൾ, അടുത്ത ഒരു റോ അങ്ങനെ. അപ്പോൾ ആദ്യത്തെ പറഞ്ഞത് ശ്രീതു ആണ്. ആദ്യത്തേത് ശ്രീതു, അൻസിബ, അതേപോലെ തന്നെ വന്നേക്കുന്നത് നോറ. അപ്പോൾ ആദ്യം പറഞ്ഞത് നോറയാണ് കേട്ടോ. അപ്പോൾ നോറ ആദ്യത്തെ റോ ഓർത്ത് വെച്ചു. രണ്ടാമത്തത് നമ്മുടെ ശ്രീതു ഓർത്ത് വെച്ചു. അവസാനത്തതാണ് അൻസിബ. അപ്പോൾ ആരോടും അവർ നന്നായിട്ട് ഓർത്ത്, നന്നായിട്ട് അത് ഗ്രഹിച്ചു. അപ്പോൾ അൻസിബയ്ക്കാണ് അവസാനം തെറ്റിയത്. എന്നിട്ട് അവരെല്ലാവരും കൂടി ആക്ടിവിറ്റി ഏരിയയിലാണ് ഇത് നടക്കുന്നത്. എന്നിട്ട് അവരെല്ലാവരും കൂടി തിരിച്ചു വന്നു. എവിടെ? നേരെ ലിവിങ് ഏരിയയിൽ അവിടെ വരെ നിന്നപ്പം ബാക്കിയുള്ളവർക്ക് അറിയില്ല. അപ്പം തന്നെ ചോദിക്കുന്നു വിചാരിച്ചു. പക്ഷേ ബിഗ് ബോസ് കുറച്ച് നേരം നിർത്തി. വെയിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവർ ഓടുന്നുണ്ട്. ആര്? നമ്മുടെ ജാസ്മിനും അർജുനും ഒക്കെ ഓടുന്നു. പെന്നല്ല, ടിഷ്യൂ പേപ്പറും മറ്റേ ഐലൈനർ, ലിപ്പ് പെൻസില്, മറ്റേ നെയിൽ പോളിഷൊക്കെ എടുക്കാൻ വേണ്ടി ഓടി. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് അവിടെ ഇരിക്കാൻ പറഞ്ഞ്, അവിടെ ഒരിടത്തേക്ക് ഓടണ്ട. അപ്പോൾ കയ്യിൽ അതിനിടയ്ക്ക് കൂടെ അർജുൻ എടുത്തിട്ട് വന്ന്. ഐലൈനർ കയ്യിലുണ്ട്, ലിപ്പ് പെൻസിലോ ഐ പെൻസിലോ എന്തോ കയ്യിലുണ്ട്, എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 76 ക്യാമറാസ് ഉണ്ട്. നമുക്കറിയാം ആരെങ്ങോട്ടൊക്കെ പോകുന്നുള്ളത് കേട്ടാ. അപ്പോൾ അവിടെ വെക്കാൻ പറഞ്ഞ് എല്ലാം എടുത്തത്. അങ്ങനെ അവിടെ വെച്ചു. കള്ളത്തരം കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നേരെ അവരുടെ ടീമിനെ, അൻസിബയുടെ ടീമിനെ, പീപ്പിൾസ് ടീമിനെ അകത്തെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ആദ്യത്തെ വരി പറഞ്ഞത് നോറയാണ്, കറക്റ്റായിട്ട് പറഞ്ഞു. രണ്ടാമത്തെ വരി പറഞ്ഞത് ശ്രീതുവാണ്. മൂന്നാമത്തെ കറക്റ്റായിട്ട് പറഞ്ഞു. അൻസിബയുടെ വരി അവസാനത്തെ 2ഉം 3ഉം തെറ്റിപ്പോയി. അവിടെയാണ് അവർ സെക്കൻഡിലേക്ക് പോയത്. ഇനി അടുത്തത് ആരോടും പറയരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്സരയുടെ ടീം, ടണൽ ടീം, അവരും നല്ല രീതിയിൽ തന്നെയാണ് 10 വെച്ച്. സിജോ പറഞ്ഞ് ഞാൻ എല്ലാം ഓർക്കാമെന്ന്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് കറക്റ്റ് മെത്തേഡ് എനിക്ക് തോന്നിയത് അൻസിബയുടെ മെത്തേഡ്. അവരുടെ ടീം ആദ്യത്തെ റോ വൈസ്, സിജോയുടെ ടീം, അപ്സരയുടെ ടീം, സായിയുടെ ടീം. അതിൽ സിജോ കറക്റ്റായിട്ട് പറഞ്ഞു, അപ്സര കറക്റ്റായിട്ട് പറഞ്ഞു, സായി കറക്റ്റായിട്ട് പറഞ്ഞു. എന്നിട്ട് സായി അവസാനം എനിക്കത് അറിയുന്നവരെ പറഞ്ഞുള്ളൂ പുള്ളിക്കാരൻ. അതാണ് വെറുതെ അറിയാത്ത പറയാൻ പോയില്ല. അപ്പം സിജോ ഞാൻ വേണമെങ്കിൽ സായിയുടെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അപ്സരയൊക്കെ അപ്പോൾ 50 നമ്പർ ഓർത്താ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ബിഗ് ബോസ് വേണ്ട, പറഞ്ഞ് കുളമാക്കണ്ട, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് ജാസ്മിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജാസ്മിൻ്റെ ഗ്രൂപ്പേ ജയിക്കുള്ളൂ. കാര്യം 4 പേരുണ്ട്, 4 റോ ഓർത്ത് വെക്കാം. മനസ്സിലായോ? അപ്പോൾ ആദ്യം ഋഷിയുടെ മുഖം കാണുമായിരുന്നേ, ഈ നമ്പർ കണ്ടിട്ട് ഇതിനകത്ത് കാണിച്ചു കൊടുക്കും നമ്പർ, ഏത് സ്ക്രീനിൽ. അപ്പോൾ ഈ സ്ക്രീനിൽ വായിച്ചിട്ട് വേണം ഓർത്തിരിക്കാൻ. സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും, ഓർത്തിരിക്കണം. അതാണ് സംഭവം. അപ്പോൾ ആദ്യത്തെ റോ നമ്പർ മൊത്തം ഓരോരുത്തരോടത്ത്. ആദ്യത്തെ ജാസ്മിൻ ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അഭിഷേക്, ഋഷി, അർജുൻ. അവസാനത്തെ റോ അർജുനാണ് നോക്കേണ്ടത്. അപ്പോൾ അർജുൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്പർ പഠിച്ചു വെച്ചത് 8 ലക്ഷക്കണക്കിനാണ്. ഇങ്ങനെ
ഇങ്ങനെ 10 യൂണിറ്റ്സ് അങ്ങനെ പഠിക്കുക, ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ആ രീതിയിലാണ് പഠിച്ചു വെച്ചത്. രണ്ട് നമ്പർ വെച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ അർജുന് പറയാൻ പറ്റുമായിരുന്നു. അങ്ങനെ അർജുൻ്റെ തെറ്റിപ്പോയി. ബാക്കി 3 പേരും കറക്റ്റായിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമുക്ക് 30 നമ്പർ കറക്റ്റ് കിട്ടിയത്. അങ്ങനെ ഇനി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ജാസ്മിൻ്റെ അടുത്ത് അപ്പം ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്, അവിടെ കൺഫ്യൂഷൻ റൂമിൽ നിന്നുണ്ട്, ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്, അതുകൊണ്ട് ഞാൻ കറക്റ്റ് ചെയ്ത്. അപ്പോൾ ബിഗ് ബോസ് ഇനി പറഞ്ഞിട്ടുള്ളതും കൂടെ തെറ്റിക്കേണ്ട പൊക്കോളാ പറഞ്ഞ്. അപ്പോൾ അർജുൻ ഞാൻ കണ്ടെഴുതിയാണ് മാത്സ് പാസ്സായതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരും പുറത്തുപോയി. അങ്ങനെ ഡെൻ ടീം വന്നു. ഡെൻ ടീമിൻ്റെ കാര്യം ജിൻഡോ, നന്ദന, റസ്മിൻ അവർ തമ്മിൽ ഒരു കോർഡിനേഷനും ഉണ്ടായിരുന്നില്ല. ഒരു കോർഡിനേഷനും ഇല്ല. പിന്നെ റസ്മിൻ അവിടെ എന്താ കാണിച്ചത്? റസ്മിൻ ഇവർ 3 പേർക്കും റസ്മിൻ എന്തോന്നോ ഞാനെല്ലാം ചെയ്തോളാം എന്നുള്ള രീതിയിലാണ് നിന്നത്. അത് എനിക്കറിയില്ല എന്താണ് അതിനെ ചൊല്ലിയിട്ടാണ് ഇപ്പോൾ വഴക്ക് കിടക്കുന്നത് അവിടെ. നന്ദനേനെ ജിൻഡോ നീ ചെയ്യേണ്ട, റസ്മിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കോർഡിനേഷൻ ഇല്ലാതെ പോയ ടീമാണ് ഈ ഡെൻ ടീം. സത്യം ഒരു കോർഡിനേഷനും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനാണ് ഇവരെന്തോ നീ കാണിക്കുന്നത്? മറ്റു ടീമുകാരൊക്കെ നല്ല കോർഡിനേഷൻ ഉണ്ട്. ഈ ജിൻഡോയുടെ ടീമിന് ഒരു കോർഡിനേഷൻ ഇല്ല. ജിൻഡോ അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നു, പപ്പര വര ഞാൻ എന്ത് ചെയ്യണം? അപ്പം റസ്മിൻ ഞാൻ നോക്കിക്കോളാം, ഞാൻ പഠിച്ചോളാം എന്ന്. ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, നീ ആദ്യത്തെ 2 വരി പഠിക്കും, ഞാൻ അടുത്ത 2 വരി, ജിൻഡോ രണ്ടാമത്. എന്നിട്ട് അത് ഓർത്ത് വെക്കുന്നതിന് പകരം റസ്മിൻ കിടന്ന് ഇങ്ങനെ എന്തൊക്കെ. അപ്പോൾ ജിൻഡോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ജിൻഡോയ്ക്ക് അറിഞ്ഞൂടാ ഞാൻ എന്താ ചെയ്യണം. അപ്പോൾ ഉടനെ നമ്മുടെ നന്ദന മിണ്ടായിരിക്കും. അവർ തമ്മിൽ ഒരു കോർഡിനേഷനും ഉണ്ടായിരുന്നില്ല. അത് കാരണമാണ് അവർ തോറ്റുപോയത്. സത്യം. അങ്ങനെ ഓർത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് വലിയ കാര്യത്തിൽ 32 റസ്മിൻ 32 34 35 31 എന്നിട്ട് കൺഫെഷൻ റൂമിൽ പോയിട്ട്, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കൺഫെഷൻ റൂമിലേക്ക് പോണ വഴിയിൽ ഇവിടെ ഇരുന്നിട്ട് 6 7 9 10 15 20 25 എന്നൊക്കെ പറഞ്ഞ് തെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു കൺഫെഷൻ റൂമിൽ കയറി. ആദ്യം റസ്മിൻ പറഞ്ഞ് തെറ്റിച്ച് ഇത്രയും 50 നമ്പറൊക്കെ പഠിച്ചു പോകാന്നൊക്കെ പറഞ്ഞ ആളാ തെറ്റിച്ച്. രണ്ടാമത് നന്ദന നന്നായിട്ട് പറഞ്ഞു, കറക്റ്റ് പറഞ്ഞു. ജിൻഡോയ്ക്ക് 2 കഴിഞ്ഞ് ജിൻഡോ പറഞ്ഞ 6ആണ്. അത് കഴിഞ്ഞ് ജിൻഡോ പറഞ്ഞ ഒരു 3 കറക്റ്റാണ്. പക്ഷേ തെറ്റിപ്പോയി. ജിൻഡോയുടെ അപ്പാടെ തെറ്റി. ഇതിലിവർക്ക് പറ്റിയത് ഇവർക്ക് കോർഡിനേഷൻ ഇല്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമേ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തല്ല ഈ ടാസ്ക് ചെയ്തത്. അത് കാരണം അവർ തെറ്റിപ്പോയത്. റിസൾട്ട് വന്നപ്പോൾ 30 നമ്പർ തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞത് നെസ്റ്റും ടണൽ ടീമും ആയതുകൊണ്ട് അവർക്കാണ് 3 പോയിന്റ് ഫസ്റ്റ്. തുടർച്ചയായി 25 നമ്പർ പറഞ്ഞത് ആരാണ്? പീപ്പിൾസ് ടീം, നമ്മുടെ അൻസിബയുടെ ടീം. അല്ല, അൻസിബ ആ 5 എണ്ണം കൂടി കറക്റ്റായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അവർ ഫസ്റ്റ് വന്നേനെ. ഈവൻ ഞാൻ പറയും ജാസ്മിൻ്റെത് ഇനിയും കയറുമായിരുന്നു അന്ന് നമ്മുടെ അർജുനും കൂടി കറക്റ്റാക്കിയിരുന്നെങ്കിൽ. 12 നമ്പർ മാത്രമേ ജിൻഡോയുടെ ടീമിൽ പറയാം. അതെങ്കിലും പറയാൻ പറ്റിയല്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഞാൻ വിചാരിച്ച അവർ അതിനകത്ത് നോക്കിയപ്പോൾ നന്ദന മാത്രമാണ് പറഞ്ഞത്. അത് ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു നന്ദന മാത്രം കറക്റ്റാക്കി കൊടുത്തു എന്ന് തോന്നുന്നു. അങ്ങനെ നന്ദനയുടെ അപ്പോൾ ഇവിടെ ജിൻഡോയ്ക്ക് സംശയം, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞാലല്ലേ ശരിയാവുള്ളൂ. അതെനിക്കും സംശയമുണ്ട് കേട്ടോ, എനിക്കും ഡൗട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പറയണ്ടേ? റസ്മിൻ പറഞ്ഞ് തെറ്റിപ്പോയില്ലേ, പിന്നെ എങ്ങനെ? എനിക്കൊരു പിടിയില്ല, അതിന് എനിക്കും ഡൗട്ടുണ്ട്. അങ്ങനെ ടണൽ ടീമിന് 8 + 3 11 പോയിന്റ്, നെസ്റ്റിന് 7 + 3 10 പോയിന്റ്, ഡെന്നിന് 7 + 1 8 പോയിന്റ്, പീപ്പിളിന് 4 + 2 6 പോയിന്റ്. അങ്ങനെ ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത് അപ്സരയുടെ ടണൽ ടീമാണ്. അപ്സര, സിജോ, സായി. നെസ്റ്റിൻ്റെ ടീം അത് നമ്മുടെ ആരുടെ ജാസ്മിൻ്റെയും ഋഷിയൊക്കെ ഉള്ള അർജുനും അഭിഷേകും ഉള്ള ടീം, അതിന് 10 പോയിന്റ്. ജിൻഡോ റസ്മിൻ നന്ദനയുള്ളത് 8 പോയിന്റ്, പീപ്പിൾസ് ടീമിന് 6 പോയിന്റ്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങളുടെ അഭിപ്രായം പറയാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.